കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയതിലെ ആരോപണ പ്രത്യാരോപണങ്ങളുമായി സർവീസ് സംഘടനകൾ. ജില്ലയിൽ സ്ഥലം മാറ്റത്തിന്റെ നടത്തിപ്പുകാരായി NGO അസോസിയേഷൻ നേതാക്കൾ മാറിയെന്നാണ് NGO യൂണിയന്റെ ആരോപണം. NGO യൂണിയനിലെയും ജോയിന്റ് കൌൺസിലിന്റെയും നേതാക്കളാണ് ആശാലതയെ താരതമ്യേന ജോലി കുറവുള്ള സെക്ഷനിലേക്ക് മാറ്റിയത് എന്നും SIT അന്വേഷണം നടത്തണമെന്നുമാണ് NGO അസോസിയേഷന്റെ ആവശ്യം. കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ സംഭവത്തിൽ വാദപ്രതിവാദങ്ങൾ ഉയർത്തി പരസ്പരം കൊമ്പുകോർക്കുകയാണ് പ്രതിപക്ഷ ഭരണപക്ഷ സർവീസ് സംഘടനകൾ. ജില്ലയിൽ സ്ഥലംമാറ്റത്തിന്റെ നടത്തിപ്പുകാരായി NGO അസോസിയേഷൻ നേതാക്കൾ മാറിയെന്ന് NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് EK വിനോദ് പറഞ്ഞു. 4-ാം തീയതി നിയമസഭാ റിസൾട്ട് വന്ന അന്നു മുതൽ സ്ഥലം മാറ്റത്തിന്റെ ആളുകളായി NGO അസോസിയേഷൻ സംഘടനാ നേതാക്കൾ ജില്ലയിൽ മാറിക്കഴിഞ്ഞു. സ്ഥലംമാറ്റ ഉത്തരവിൽ പരാമർശമായി കാണിച്ചിട്ടുള്ളത് NGO അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ സമർപ്പണമെന്നാണ്. അതായത് റിസൾട്ട് വന്ന അപ്പോൾ മുതൽ സ്ഥലം മാറ്റത്തിന്റെ വക്താക്കളായി NGO അസോസിയേഷന്റെ നേതാക്കൾ മാറുകയാണ് ജില്ലയിലെന്നും വിനോദ് ആരോപിച്ചു. 5-ാം തീയതി പൊതുവിദ്യാഭ്യാസ വകുപ്പിലും പരീക്ഷാ ഭവനിലും ജോലി ചെയ്യുന്ന 5 ജീവനക്കാരെ സ്ഥലം മാറ്റി ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ സ്ഥലമാറ്റ ഉത്തരവിൽ പരാമർശമായി കാണിച്ചിട്ടുള്ളത് NGO അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ 4/5/2026 സമർപ്പണമെന്നാണ്. റിസൾട്ട് വന്ന അപ്പോൾ മുതൽ സ്ഥലം മാറ്റത്തിൻ്റെ വക്താക്കളായി ജീവനക്കാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റുന്ന ആളുകളായി ഇത്തരം ഭരണാനുകൂല സംഘടനകളുടെ നേതാക്കൾ മാറിയിട്ടുണ്ട് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ NGO യൂണിയന്റെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും മെയ് 12-നാണ് ആശാലതയ്ക്ക് സെക്ഷൻ മാറ്റി ഉത്തരവ് മാത്രം നൽകാൻ തീരുമാനിച്ചത്. അത് NGO യൂണിയനിലെയും ജോയിന്റ് കൗൺസിലിന്റെയും സംഘടനാ നേതാക്കൾ തന്നെയാണെന്നും NGO അസോസിയേഷൻ നേതാക്കൾ ആരോപിക്കുന്നു. കൂടാതെ ആശാലതയുടെ മരണത്തിൽ ഡിജിറ്റൽ തെളിവുകൾ കൂടി പരിശോധിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് അന്വേഷണം കൈമാറണമെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സുരേഷ് പെരിയങ്ങാനം ആവശ്യപ്പെട്ടു. മെയ് 12-ാം തീയതി അന്നാണ് ഈ ഒരു സെക്ഷൻ മാറ്റത്തിൻ്റെ ഉത്തരവ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പുറത്തുവിട്ടത്. മരണപ്പെട്ട സഹോദരി അവർ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് A5 സെക്ഷനിൽ നിന്ന് പിന്നെ 2-ാം നിലയിലുള്ള എൻഡോസൾഫാൻ സെല്ലിലേക്കാണ് ഒരു സ്ഥലം മാറ്റം സെക്ഷൻ മാറ്റം കിട്ടിപ്പോയത്. അന്ന് ഈ സെക്ഷൻ കൈകാര്യം ചെയ്തിരുന്നത് NGO യൂണിയൻ്റെയും ജോയിൻറ്റ് കൗൺസിലിൻ്റെയും നേതാക്കന്മാരായിരുന്നു. അവരുടെ ഇഷ്ടത്തിന് ഇപ്പോൾ താരതമ്യേന ജോലിഭാരം കുറവുള്ള ഒരു സെക്ഷനിലേക്കാണ് അവരെ സ്ഥലം മാറ്റിയത്. ഈ മരണത്തെക്കുറിച്ച് NGO അസോസിയേഷൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിനും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും ഒരു നിവേദനം കൊടുത്തിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ട് ഇത് അന്വേഷണം നടത്തിയേ പറ്റൂ. യൂണിയനുകളുടെ പോര് സമൂഹ മാധ്യമത്തിലും അല്ലാതെയും തുടരുമ്പോഴും ആശാലതയുടെ മരണം സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ADMന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. വിദ്യാനഗർ പോലീസും സമാന്തരമായി അന്വേഷണം തുടരുന്നുണ്ട്. ആശാലതയുടെ അടുത്ത സുഹൃത്തുക്കളായ ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴി പരിശോധനയും പോലീസ് തുടരുന്നു. രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം, കാസർഗോഡ്.